പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയിരിക്കുമ്പോൾ നിങ്ങളൊരുമാതിരി ഹോത്തായത്തിലെ പരിപാടി കാണിക്കരുത്. കാരണം സിബിൻ്റെ പ്രസ് മീറ്റിംഗ് സംഭവം അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്. മിക്കവാറും ഇപ്പം മുടിയൊക്കെ കൂടി ഫാനിൽ കയറി പിടിച്ചിട്ട് ആംബുലൻസ് വിളിക്കേണ്ട അവസ്ഥ വരും. നിർത്തിക്കോട്ടെ പൊന്നോ. അപ്പോൾ ഇതിനു മുമ്പ് ഇതിലൊരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു, വോട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് വോട്ട് ഫോർ ജിൻഡോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ആൾക്കാർ തൂണിലും തുരുമ്പിലും അല്ലെങ്കിൽ ഊണിലും ഉറക്കത്തിലും എന്നൊക്കെ പറഞ്ഞ മാതിരി ഈ സംഭവം ആലോചിച്ചിരുന്നിട്ടായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് മനോഹരമായ കമൻസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇന്നർ പീസാണ്, എന്നും സമാധാനം കണ്ണാ. അപ്പോൾ ലൈക്ക് ഇന്നർ പീസാണ് ഈ പറഞ്ഞവൻ, എന്നും ഒന്നും സമാധാനം ഉണ്ടാവട്ടെ. ടോപ്പ് ലെവൽ നിൽക്കുന്ന 3 ആൾക്കാരുടെ നെയിം പറയും. ജിൻഡോ, പ്ലീസ് വോട്ട് അഭിഷേക്, മിന്നു മൊത്തം ഫയറാണ്, ജിൻഡോ ഉയിര്. അപ്പോൾ ഈ കമൻസ് ഒക്കെ വന്നിരിക്കുന്നത് ലൈവ് ചാറ്റിലാണ്. അതായത് അവിടെ ഈ പറഞ്ഞ മാതിരി സിബിൻ ബിഗ് ബോസിൽ നിന്ന് ഉണ്ടായ പ്രശ്നങ്ങളും അഡ്വക്കേറ്റും മാരാരും ഒക്കെ ഇരുന്ന് അവിടെ വൻ വിഷയമായിട്ടുള്ള വലിയ സംഭവത്തിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടെ പോയിട്ട് ലൈക്ക്. അപ്പോൾ ആൾക്കാരുടെ ചിന്താഗതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോൾ ഈ സംഭവം ഞാൻ എടുത്ത് പറയാൻ കാരണം, ഇത്രയും വലിയ ചർച്ചയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അത് നോട്ടീസായല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് ചില സിറ്റുവേഷനിൽ ആളുകളുടെ തോട്ട് അങ്ങനെയാണ് പോകുന്നത്. ഇതെന്തായാലും അഭിപ്രായം പറയാനായിട്ട് ആൾക്കാർ, ഇതിൻ്റെ അഭിപ്രായം എന്തായാലും ലൈവ് ചാറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ആൾക്കാർ ഇടും. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ചോദിക്കാൻ പറ്റിയ സ്ഥലം ഇതാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് കമൻറ്റ് ഇടുകയാണ്. ജിൻഡോൻ്റെ ആൾക്കാർ കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്, അഭിഷേകിൻ്റെ ആൾക്കാർ കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഒരുത്തൻ സീരിയസ് ആയിട്ട് അവൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ അടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ ആൾക്കാരുടെ ഒരു അവസ്ഥ. അതിപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറയണം, മരണ വീട്ടിൽ നിറച്ച ആൾക്കാരാ. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീമിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇവർ ആലോചിക്കുകയാണ് എന്തായാലും ക്ഷണിക്കണം. ഇപ്പം ഈ മരണ വീട്ടിൽ പോയി അങ്ങോട്ട് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണനത്തിൻ്റെ ആ എക്സ്പെൻസ് അങ്ങോട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് മരണ വീട്ടിൽ പോയിട്ട് ക്ഷണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഏറെക്കുറെ എനിക്ക് ആ അവസ്ഥയായിട്ടാണ് തോന്നുന്നത്. അതായത് ഇതന്നെ, കൊടുങ്കാറ്റിൽ ആന പാറി പോകുമ്പോൾ അവിടെ വന്നിട്ട് വോട്ട് ചോദിക്കുന്ന ഒരവസ്ഥ നടക്കട്ടെ. എന്തായാലും ബോട്ടൊക്കെ കയറ്റി വിടാതെ ഇരിക്കുക. കാരണം ബോട്ടൊക്കെ കയറ്റി വിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ ബോട്ട് കയറ്റി വിടുമ്പോൾ അതവിടെ മോണിറ്റർ ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ അവിടെ തലപ്പത്ത് ആൾക്കാരിരിക്കുന്നുണ്ട്. മണ്ടന്മാരല്ല അത്. അപ്പോൾ വെറുതെ കപ്പലുണ്ടാക്കി കൈ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. വോട്ട് ജെനുവിനായിട്ട് തന്നെ പോട്ടെ. ഓക്കെ, ഗുഡ് ബൈസ്.